കർണാടകയിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഹൗസിൽ പറഞ്ഞത് കാരണം ഈ ലവ് ജിഹാദ് കേസ് ആദ്യം ഒരു കേസായി വരുന്നത് കർണാടകയിലാണ്. അപ്പോൾ ഈ കർണാടകയിൽ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ കർണാടക ഹൈക്കോടതി അതൊരു ഒരു പെൺകുട്ടി ഒരു വേറൊരു മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ഒപ്പം പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ ആ പെൺകുട്ടിയുടെ അച്ഛൻ സിൽജ റാണി കേസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. സിൽജ റാണി എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ കർണാടക ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് കൊടുത്തു. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ അവിടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഇതിപ്പോഴല്ല 2007 നടക്കുന്ന കാര്യമാണ്. ആ കുട്ടിയുടെ അച്ഛൻ കോടതി പറഞ്ഞ കാര്യം ഇത് ലവ് ജിഹാദ് കേസാണ് എൻ്റെ മോള് പോയത്. കാരണം ഈ കുട്ടി ഒരു മലയാളിയായിരുന്നു കല്യാണം കഴിച്ചത്. ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കല്യാണം കഴിച്ചാണ്. കണ്ണൂർ സ്വദേശിയായ ഒരാളാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഈ ദിസ് ഇസ് എ ടിപ്പിക്കൽ കേസ് ഓഫ് ലവ് ജിഹാദ്. അപ്പോൾ ഹൈക്കോടതി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കർണാടക പോലീസിനോട് പറഞ്ഞു ഇത് 2007 സംഭവം നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കർണാടകയിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുടെ മുഴുവൻ ലിസ്റ്റ് തരാൻ പറഞ്ഞു. അപ്പോൾ പോലീസ് എന്ത് ചെയ്തു? ഒരു ലിസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു. 25,000-ലധികം പെൺകുട്ടികളെ കർണാടകയിൽ നിന്ന് മാത്രം കാണാറുണ്ട് ഈ 5 കൊല്ലം കൊണ്ട്. പെൺകുട്ടികൾ, യുവതികൾ. അപ്പോൾ അതൊരു വലിയ ലിസ്റ്റല്ലേ, 25,000 പേര്. അപ്പോൾ അതിൽ എത്ര പേരെ കണ്ടെത്തിയെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഇതിൽ 100-ൽ താഴെ ആളുകൾ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ മിസ്സിംഗ് കേസുകൾ 100 താഴെ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളതാണ് പോലീസ് ഹൈക്കോടതി കൊടുത്ത മൊഴി. അപ്പോൾ ഈ ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. അപ്പോൾ ഈ മിസ്സിംഗ് ഇവിടെയാണ് ഈ ധർമ്മസ്ഥലയ്ക്ക് അടുത്ത് തന്നെ കാണാതായ സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ പെൺകുട്ടി റേപ്പ് ചെയ്ത് കൊല്ലുകയായിരുന്നു. ധർമ്മസ്ഥല എന്ന ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ്. അപ്പോൾ റേപ്പ് ചെയ്ത് പെൺകുട്ടി കൊല്ലപ്പെട്ടതായി കാണുന്നൊരു ഇതേപോലൊരു കാട്ടിനുള്ളിലാണ്, അതിനടുത്ത് തന്നെ ഒരു കാട്ടിനടുത്താണ്. അപ്പോൾ ആ സൗജന്യയുടെ മാതാപിതാക്കളുടെ ആക്ഷേപം എന്നാണ് ആ കേസ് പോലീസ് അന്വേഷിച്ചു. പോലീസ് അന്വേഷിച്ചിട്ട് സന്തോഷ് റാവു എന്ന പേരുള്ള ഒരു മനുഷ്യനെ അറസ്റ്റ് കൊണ്ടുപോയി. ആ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ സൗജന്യയുടെ അച്ഛനമ്മയും പറയുന്നത് അയാളല്ല അത് ചെയ്തത്, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾക്ക് തെളിവുണ്ട്, അത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ആളുപെട്ട ചില ചെക്കന്മാരാണ് ഇത് ചെയ്തത് എന്നാണ് അവർ അന്ന് മുതലേ ആക്ഷേപിക്കുന്നതാണ്. അപ്പോൾ സൗജന്യ ആക്ഷൻ കൗൺസിൽ എന്ന പേരിൽ 2012 മുതൽ 2012 സംഭവം അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് സൗജന്യയുടെ യഥാർത്ഥ കുറ്റവാളികൾ കണ്ടെത്തുക എന്നുള്ളത്. ഈ സന്തോഷ് റാവുവിനെ CBI ആണ് അറസ്റ്റ് ചെയ്യുന്നത്. കേസ് CBIക്ക് വിട്ടിരുന്നു. ഇയാളെ വെറുതെ വിട്ടു കോടതി. ഒരു തെളിവ് ഇയാൾക്കെതിരില്ല, ഇയാൾ ആ പരിസരത്തേ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അയാൾ വെറുതെ വിട്ടു. പക്ഷേ ഈ സൗജന്യം കൊന്നതാരാണ്? അപ്പോൾ ഇങ്ങനെ ഉത്തരം കിട്ടാത്ത കുറേ അധികം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ഈ സംഭവങ്ങൾ മുഴുവൻ ധർമ്മസ്ഥല എന്ന ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുമ്പോഴാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം സർക്കാരിനെ സംബന്ധിച്ച് മുമ്പ് നൗഫലി ചൂണ്ടിക്കാട്ടിയതുപോലെ മതപരമായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഏത് കേസും അന്വേഷിക്കാൻ ഭരണകൂടം മടിക്കും. നമുക്ക് തന്നെ അറിയാം, കേരളത്തിൽ തന്നെ ചില മഠങ്ങളിലും ആശ്രമങ്ങളിലുമൊക്കെ ദുരൂഹമരണങ്ങൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു അന്വേഷണം അതിൻ്റെ പുറകിൽ ഉണ്ടാവാറില്ല. ഒരു ബീഹാറുകാരനായ യുവാവിനെ, സത്നാം സിംഗ് എന്ന യുവാവിനെ കേരളത്തിലെ ഒരു ആശ്രമത്തിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ്. അതിലെന്തെങ്കിലും അന്വേഷണം ഉണ്ടായോ? ഇല്ല. അതിപ്പോൾ കേരളം എന്നല്ല, ഏത് സംസ്ഥാനത്ത്, ഇന്ത്യ പോലൊരു രാജ്യത്ത് ആര് ഭരിച്ചാലും മതസ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അന്വേഷണങ്ങൾ എവിടെയും എത്താറില്ല. ഇവിടെ യഥാർത്ഥത്തിലൊരു ഇഷ്യൂ നിൽക്കുകയാണ്. കാണാതായ പെൺകുട്ടികൾ, റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട പെൺകുട്ടികൾ, ഇത്തരം കുറേ അധികം ചോദ്യങ്ങളിൽ ഉത്തരം കിട്ടാത്ത, ഇത് ആര് ചെയ്തു എന്ന് ഉത്തരം കിട്ടിയിട്ടില്ല. പെൺകുട്ടികൾ കാണാതായിട്ടുണ്ട്. അത്രയും പെൺകുട്ടികൾ മിസ്സിംഗ് ആവുന്ന സംസ്ഥാനമാണ് കർണാടക. എന്നിരിക്കെ ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. ധർമ്മസ്ഥല വിട്ടേക്കൂ. ധർമ്മസ്ഥല ഒരു പവിത്രമായ ക്ഷേത്രം, ഓക്കെ, അതിനെ അപകീർത്തിപ്പെടുത്താൻ പാടില്ല, ആ വാദങ്ങളൊക്കെ നിൽക്കട്ടെ. ഈ ക്രൈമുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? സൗജന്യ ആരാണ് കൊന്നതെന്ന് കണ്ടുപിടിക്കണ്ടേ? അതല്ലെങ്കിൽ ഈ ചിന്നയ്യ ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇയാളുടെ പിന്നിലാരാന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം വേണ്ടത്. അതല്ലാതെ ഇപ്പോൾ ഉയർന്നു കേട്ട വിഷയങ്ങൾ, ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾ അവർ ഭയങ്കര പ്രശ്നക്കാരാണ്, അതൊക്കെ അവിടെ നിന്നോട്ടെ, അതൊക്കെ മാറ്റിവെക്കൂ. ഇതിന് ഉത്തരം കിട്ടണം. കാണാതായ പെൺകുട്ടികൾ എവിടെ? സൗജന്യയെ കൊന്നതാരാണ്? ചിന്നയ്യ എന്തിനാണ് കള്ളം പറഞ്ഞത്? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കർണാടക സർക്കാർ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ കേസ് അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ DK ശിവകുമാർ, അവിടുത്തെ ഉപമുഖ്യമന്ത്രി, ഫസ്റ്റ് പറഞ്ഞെന്താണ്, ഇത് ശരിയാവില്ല, ഇത് ക്ഷേത്രത്തെ അപമാനിക്കാനുള്ളവരായിട്ട്. അങ്ങനെ ഒരു ഉപമുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് കീഴിലുള്ള പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ്? അപ്പോൾ ഒരു പോലീസ് സംവിധാനം, ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിഷ്പക്ഷമായിട്ട് എടുക്കണം. സത്യം പുറത്തു വരട്ടെ എന്ന് പറയാനെന്നുള്ളൂ. പക്ഷേ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ബാക്ക്ലാഷ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം അവരുടെ പ്രതിപക്ഷത്തുള്ളത് അതിൽ ചാമ്പ്യന്മാരാണ്. ഇതിനെങ്ങനെ ഇൻഫ്ലേമബിൾ ആക്കാം എന്നതിൽ ചാമ്പ്യന്മാരായ BJP ആണ് അവിടുത്തെ പ്രതിപക്ഷമുള്ളത്. പ്രതിപക്ഷം ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഇത് കോൺഗ്രസ് കൂടി ഒത്തുചേർന്നുകൊണ്ട് ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള പണിയാണ്, SIT രൂപീകരിച്ച് അതിനുവേണ്ടി എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ വൻ അലമ്പുണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരു തിരിച്ചടി ഭയന്നുകൊണ്ടാണ് DK ശിവകുമാർ വളരെ പെട്ടെന്ന് ക്ഷേത്രത്തെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അന്വേഷിക്കേണ്ടത് ധർമ്മസ്ഥല എന്തോ ചെയ്തു എന്ന അർത്ഥത്തിലല്ല, കാണാതായ പെൺകുട്ടികൾ എവിടെ, ഈ കൊല്ലപ്പെട്ട സൗജന്യ കൊന്നതാരാണ്, ചിന്നയ്യ നുണ പറഞ്ഞെങ്കിൽ ആ നുണ പറഞ്ഞ എന്തിനാണ്? ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത്.